അർജുനെ, കേരളത്തിന്റെ തെരുവുകൾ മുഴുവൻ വലിയ പ്രതിഷേധാഗ്നി കൊണ്ട് വലിയ വലയം തീർത്തിരിക്കുകയാണ്. ഇന്ന് സമരത്തിന്റെ നടുവിലാണ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനമായാലും മറ്റു ഇതര രാഷ്ട്രീയ പാർട്ടികളുടെ പ്രസ്ഥാനമായാലും എല്ലാം തന്നെ. കാരണം കേരളത്തിൽ ഇങ്ങനെ ഒരു പരാജയപ്പെട്ട ആഭ്യന്തര വകുപ്പും ഒരു ആഭ്യന്തര മന്ത്രിയും ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾക്കെല്ലാം പറയേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കാരണം ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം സുജിത്തിന്റെ ഒരു വിഷയം പുറത്തു വന്നതിന് ശേഷമാണ് മറ്റു പല ആളുകളെയും ഈ സ്റ്റേഷനിൽ കയറ്റി അകാരണമായി മർദ്ദിച്ച് ആ മർദ്ദനത്തെ ന്യായീകരിക്കാൻ വേണ്ടി കള്ളക്കേസ് എടുത്ത് അവരെ ജയിലിൽ അടയ്ക്കുന്ന മൃഗീയമായ രീതി കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ നടക്കുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയുന്നത്. കാരണം ഞാനത് പറഞ്ഞു വരുമ്പോഴും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഏറ്റവും കൂടുതൽ പോലീസ് സേനയ്ക്കാകെ കൊടുത്തുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ അകാരണമായി ആരും മർദ്ദിക്കപ്പെടരുത് എന്ന് കർശനമായി പറയുകയും അത് നടപ്പിലാക്കാൻ നട്ടല് കാണിക്കുകയും ചെയ്ത ആഭ്യന്തരമന്ത്രിയായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പക്ഷെ ഇന്ന് ഇരട്ടച്ചങ്കുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഭരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഭൂലോക പരാജയമായി ആഭ്യന്തര വകുപ്പ് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്താ തോന്നുന്നത്? അതിപ്പോ രണ്ട് കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം മികച്ച ഒരു ആഭ്യന്തരമന്ത്രി ആയിരുന്നു എന്നുള്ളതിൽ തർക്കമില്ല. പക്ഷെ അദ്ദേഹത്തിന് ആ സ്ഥാനം തുടരാനായില്ലല്ലോ. പിന്നീട് അദ്ദേഹത്തിന് ആ സ്ഥാനം ഇത് തെറിച്ചു. മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിരുന്നെങ്കിലും അതുകൊണ്ട് പ്രയോജനം ഉണ്ടായിരുന്നില്ല. പിന്നെ മറ്റൊന്ന്, ഈ പറയുന്ന കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് തോന്നുന്നു സുജിത്തിന്റെ സ്ഥാനത്ത് വല്ല SFIയുടെ നേതാവോ അല്ലെങ്കിൽ CPMന്റെ ഏരിയ കമ്മിറ്റി മെമ്പറോ ലോക്കൽ കമ്മിറ്റി മെമ്പറോ ആയിരുന്നു എന്നുണ്ടെങ്കിൽ പോലീസിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു നടപടി ഉണ്ടാകുമായിരുന്നു. ഇങ്ങനെ ഒരു നടപടി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമായിരുന്നു. പക്ഷെ അവിടെ അർജുന, എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. കാര്യം ഇന്നും ഇന്നലെയുമായി പുറത്തു വന്ന ചില വാർത്തകൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. സാധാരണയായി ഒരു ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു പ്രവർത്തകന് വലിയ വിധത്തിലുള്ള ഒരു നീതി നിഷേധം ഈ പറയുന്ന പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് നേരിട്ടാൽ അവിടെ കർശനമായ നടപടി ഉണ്ടാവണം എന്നുള്ളതാണല്ലോ സ്വാഭാവികമായി നമ്മൾ വിചാരിക്കുക. പക്ഷെ തെറ്റ് ചെയ്യുന്ന CPMന്റെ പ്രവർത്തകർക്ക് പലപ്പോഴും സംരക്ഷണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട് എന്ന് നമ്മൾ ഒരു ഭാഗത്ത് പറയുമ്പോഴും, ജയകൃഷ്ണൻ തണ്ണിത്തോട് എന്ന് പറയുന്ന മുൻ SFI നേതാവിനെ അടിച്ച് ഇഞ്ചപരുവമാക്കിയിട്ടുള്ള CI മധുബാബു എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്. ഈ പോലീസ് ഉദ്യോഗസ്ഥനാണ് പലതരത്തിലുള്ള പൂഴ്ത്തലുകൾ, പലതരത്തിലുള്ള കള്ളക്കേസുകൾ, പലതരത്തിലുള്ള ആരോപണങ്ങൾ ഒക്കെ വന്നിട്ട് ഈ സർക്കാർ അദ്ദേഹത്തെ മാക്സിമം സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് കാണുന്നത്. അത് മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസം അടൂരിൽ നിന്നൊരു പരാതി വന്നു. അതെ, ഈ മുഹമ്മദ് ഹാഷിം എന്നാണ് അദ്ദേഹത്തിന്റെ പേര് എന്നാണ് എനിക്ക് തോന്നുന്നത്. DYFIയുടെ നേതാവാണ്. DYFIയുടെ നേതാവ് അന്ന് SFIയുടെ ഏരിയ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ഒരു പ്രവർത്തകനെ ഈ പറയുന്ന ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് 1-2 SFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് അത് എന്താണ് വിഷയമെന്ന് അന്വേഷിക്കാൻ സ്റ്റേഷനിൽ ചെല്ലുകയാണ്. 2021 സംഭവം. ആലോചിക്കണം, രണ്ടാം പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിലാണ്. അവിടെ ചെന്ന സമയത്ത് ഇവനെ, ഈ പറയുന്ന ആളെ തോളിൽ കൈയിട്ട് കൊണ്ട് സ്റ്റേഷനകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നിട്ട് തുരാമർദ്ദിക്കുകയാണ്. പോലീസുകാരെ കൂട്ടി നട്ടലിന് ചവിട്ടി, കഴുത്തിന് ചവിട്ടി, കണ്ണടിച്ചു, ഡയഫ്രം പൊട്ടി. എന്ത് ഭീകരമാണിത്! എന്നിട്ട് കള്ളക്കേസ് എടുത്തു. അതിനെതിരെ ഈ SFI നേതാവ് മുഖ്യമന്ത്രിക്ക്, DGPക്ക്, മനുഷ്യാവകാശ കമ്മീഷന് എല്ലാം പരാതി കൊടുത്തിട്ടും ഇന്നും ആ ഉദ്യോഗസ്ഥനെ സർക്കാർ സംരക്ഷിക്കുകയാണ്. ഇതാണ് ഭയപ്പെടുത്തുന്നത്. അല്ല, ഇതില് രണ്ട് വസ്തുതയുണ്ട്. ഒന്ന്, ഈ പറഞ്ഞിട്ടുള്ള സംഭവവികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറിച്ചിട്ടുള്ള സംഭവവികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം നമുക്കറിയാമല്ലോ, സക്കീർ ഹുസൈൻ എന്നുള്ള DYFI നേതാവിന്റെ കളമശ്ശേരിയിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫോൺ കോൾ നമുക്കറിയാമല്ലോ. അദ്ദേഹം ഭീഷണിയുടെ സ്വരമാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നെ മറ്റു പല രാഷ്ട്രീയ നേതാക്കന്മാരും നമുക്കറിയാം. കണ്ണൂര് K. സുധാകരന്റെ ആ ഒരു ഇൻസിഡന്റ് ഒക്കെ നമുക്കറിയാവുന്നതല്ലേ. അദ്ദേഹം പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുന്നു. കൊല്ലിക്കോടൻ രാജേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ, അതില് സത്യസന്ധത ഉണ്ടോ എന്നുള്ളത് അറിയില്ല, പോലീസ് മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം വീരശൂര പരാക്രമിയായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കടന്നു എന്നുകൊണ്ട് പോലീസ് നേരെ ആക്രോശിക്കുന്ന ഒരു നിലപാടുണ്ടായിരുന്നു. സമാനമായിട്ടുള്ള ഒരു രീതി തന്നെ സഖാവ് ജയരാജൻ നിന്നും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഒരു ഭാഗത്ത് ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരുടെ റൈറ്റ് ഹാൻഡും ലെഫ്റ്റ് ഹാൻഡുമായി നിൽക്കുന്ന വ്യക്തികളെ തൊട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ പോലീസുകാർക്ക് പിന്നെ ഒരു തുടർന്ന് അങ്ങോട്ടുള്ള അവരുടെ ജീവിതം എന്ന് പറയുന്നത് കടുത്ത പ്രയാസം തന്നെയായിരിക്കും. നേരെ മറിച്ചുകൊണ്ട് കൊടി പിടിക്കാനും അതോടൊപ്പം തന്നെ സാധാരണ രീതിയിലുള്ള പാർട്ടി പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന വ്യക്തികളായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന രണ്ട് വ്യക്തികൾ.
അപ്പൊ അവരെയൊക്കെ മർദ്ദിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആരും ചോദിക്കാനുണ്ടാവാത്ത ഒരു അവസ്ഥയാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ല, തീർച്ചയായിട്ടും അത് വളരെ ശരിയാണ്. ഞാൻ കാരണം അത് ഇന്ന് ഈ വിഷയം ഉയർന്നു വന്നതിന് ശേഷമാണ് കോഴിക്കോടുള്ള ലീഗ് നേതാവിന്റെ കാര്യം പുറത്തു വന്നത്. കോഴിക്കോട് തന്നെ മറ്റൊരു സ്ഥലത്ത് ആക്രമണം ഉണ്ടായതിന്റെ കാര്യങ്ങൾ പുറത്തു വന്നു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് ജില്ല വരെ ഉള്ള സ്ഥലങ്ങളിൽ അകാരണമായി പോലീസ് പിടിച്ചുകൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി മർദ്ദിക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടു. കുന്നംകുളത്തെ സംഭവം മാത്രമായിരുന്നില്ലല്ലോ. കുന്നംകുളത്തെ സംഭവത്തിന് കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ഈ പറയുന്ന ഹോട്ടൽ ഉടമയെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി അദ്ദേഹത്തെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടത്. സുജിത്തിനെ ഇടിമുറിയിൽ കൊണ്ടുപോയി മർദ്ദിക്കുന്നത് പോലെയാണ് പോലീസുകാർ മർദ്ദിച്ചത്. കാരണം കുനിച്ചു നിർത്തി നട്ടലിലിടിക്കുകയാണ്. എന്തിനാ? ഏതെങ്കിലും ഒരു കൊടും കുറ്റവാളി ആയിട്ടുള്ള ഒരു പ്രതിയെ കൊണ്ടുപോയിട്ട് ചോദ്യം ചെയ്യാനാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ, അത് നിയമം അനുവദിക്കുന്നില്ല, അങ്ങനെ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം? അത് അതിന്റെ ഭാഗമായിട്ടാണ് എന്ന് പറയാം. അല്ല, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സുജിത്ത് ഒരു സാധാരണ പാർട്ടി പ്രവർത്തകനാണ്. യൂത്ത് കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള ഒരു സാധാരണ പാർട്ടി പ്രവർത്തകനാണ്. ഇതിന് ശേഷമാണ് നമ്മൾ കണ്ടത് നമ്മുടെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒരുമിച്ച് ഓണം ഉണ്ണുന്ന ഒരു ദൃശ്യം നമ്മൾ കണ്ടു. അപ്പോ എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയ പാർട്ടി ഏതുമായിക്കൊള്ളട്ടെ, നേതാക്കന്മാരൊക്കെ ഒന്നിച്ചിരുന്നുകൊണ്ട് അവർ സൽക്കരിക്കുന്നു, അവരൊന്നിച്ച് ഓണം ആഘോഷിക്കുന്നു, അടിയും അതോടൊപ്പം തന്നെ അതിലിപ്പോ വിരുദ്ധമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും. കാരണം ഒരു പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പി ഡി സതീശന് അതിൻ്റെതായ ചില ഉത്തരവാദിത്തങ്ങൾ എങ്കിലും അദ്ദേഹം അതിൽ നിന്ന് വിട്ടു നിൽക്കാമായിരുന്നല്ലോ. ആ ഒരു കാരണം അറിയാം, ഇദ്ദേഹത്തിന്റെ പോലീസാണ്, മുഖ്യമന്ത്രിയുടെ പോലീസാണ് തന്റെ പാർട്ടി പ്രവർത്തകന് നേരെ ഇത്രമാത്രം ക്രൂരമായിട്ടുള്ള ഒരു നടപടി സ്വീകരിച്ചത്. അപ്പൊ അതിന് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് അതിൽ നിന്ന് വിട്ടു നിൽക്കാമായിരുന്നല്ലോ. അത് പ്രതിപക്ഷ നേതാവ് തീരുമാനിക്കേണ്ട കാര്യമായിരുന്നു. പക്ഷെ അദ്ദേഹം അതിൽ നിന്ന് തന്നെ, കോൺഗ്രസിൽ നിന്ന് തന്നെ വലിയ വിമർശനങ്ങൾ അതെനിക്ക് തോന്നുന്നു അദ്ദേഹം ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ കേരളത്തിന്റെ തെരുവുകളിൽ കോൺഗ്രസ് ഇന്ന് മറ്റൊരു സമരത്തിനാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. കോൺഗ്രസ് ഇതുവരെ കാണാത്ത രീതിയിലേക്കുള്ള സമരങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാരണം നമ്മൾ ഇന്നലെ വരെ കണ്ടത് എന്താ? ഇന്നലെ വരെ കണ്ടത് പോലീസ് സ്റ്റേഷനുകളിലേക്കായിരുന്നു മാർച്ച് നടത്തിയത്. അല്ലെങ്കിൽ ഒരു സമരം വളരെ കൃത്യമായി 1-2 തവണ മാർച്ച് നടത്തി അത് അവസാനിപ്പിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കോൺഗ്രസ് പോവുകയും അത് വലിയ വിമർശനം ഏറ്റുവാങ്ങുകയും ചെയ്തിരുന്നുവെങ്കിൽ, ഇന്ന് ഈ സുജിത്തിന്റെ വിഷയത്തിൽ നമ്മൾ കാണുന്നത് പോലീസ് സ്റ്റേഷൻ മാർച്ച് അല്ല, പകരം പോലീസുകാരുടെ വീട്ടിലേക്കാണ് ഇവർ മാർച്ച് നടത്തുന്നത്. കാരണം ഓരോ പോലീസുകാരന്റെ വീട്ടിലും കുടുംബമുണ്ട്, അവിടെയും ആളുകളുണ്ട്. അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത വിധം പോലീസ് ബാരിക്കേഡുകൾ വെച്ച് ഈ സമരത്തെ അവർ കാണുകയാണ്. അവർ ഈ ഉദ്യോഗസ്ഥനെതിരെയുള്ള മുദ്രാവാക്യം വിളികൾ കേൾക്കുകയാണ്. കേരളത്തിലെ ഒരു പോലീസുകാരനും ഇതെന്താണ്? സർസിപിയുടെ കാലത്തെ പട്ടാളമാണോ? അല്ലെങ്കിൽ ഈ അടിയന്തരാവസ്ഥ കാലത്തെ പോലീസാണോ? കേരളത്തിൽ പോലീസ് എന്ന് പറയുന്ന ഒരു സംവിധാനം എന്തിനാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? പോലീസ് എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാക്കി ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, ക്രിയാത്മകമായി ഈ ഇവിടത്തെ സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടിയാണ്. ഇവിടെ വളരെ ഗുരുതരമായി പ്രശ്നങ്ങൾ ചെയ്തു കൂട്ടുന്ന ഗുണ്ടകളുണ്ട്. ഇവിടെ ഈ മയക്കുമരുന്ന് ഒഴുകുകയാണ് കേരളത്തിൽ. ആ മയക്കുമരുന്നിന്റെ ഈ പാവപ്പെട്ട പിടിയാളുകളെ പിടിക്കാതെ ഇതിന്റെ മുകൾത്തട്ടിലുള്ള ആളുകളെ പോയി പിടിക്കാൻ പോലീസിന് ധൈര്യമില്ല. അത് ഒരിക്കലും പോലീസിന് അതിനെ കൊണ്ട് കഴിയില്ല. കാരണം ഉന്നതങ്ങളിലേക്ക് എത്തും തോറും അവരെ ആക്രമിക്കാനോ അവരെ പിടിക്കാനായിട്ടോ ചെന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലീസിന്റെ കൈവിറയ്ക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു ഈ പറയുന്ന എടശ്ശേരി ബാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സംഘർഷം ഉണ്ടായി. ഒരു സ്ത്രീയായിരുന്നു എന്ന് തോന്നുന്നു, ഒരു അത്യാവശ്യം സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. അവരുടെ പേര് ഞാൻ മറന്നുപോയി. അവിടെ ഉണ്ടായിരുന്ന ഒരു പുരുഷനെ ഈ പറയുന്ന ബിയർ ബോട്ടിൽ വെച്ചുകൊണ്ട് മർദ്ദിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ പുരുഷന്റെ കഴുത്തിന് നല്ല ആഴത്തിൽ പഴിക്കുകയാണ് ഉണ്ടായിട്ട്. അത് മാത്രമല്ല പോലീസ് ആ സ്ഥലത്തേക്ക് എത്തി വളരെ ഒരു മാന്യമായിട്ടുള്ള രീതിയിലാണ് അവരോട് പെരുമാറുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഉന്നതങ്ങളിൽ ഇരിക്കുന്നവരോടും ഉന്നതങ്ങളിലെ പാർട്ടി പ്രവർത്തന സ്ഥാനങ്ങൾ വഹിക്കുന്നവരോടും പോലീസിന് ഈ പറയുന്ന പോലെ ഇത്തരത്തിൽ പ്രതികരിക്കാൻ കഴിയുന്നില്ല. ഈ പറയുന്ന സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് നേരെയും ഈ പറയുന്ന സാധാരണ വ്യക്തികൾക്ക് നേരെയും മാത്രമേ പോലീസിന്റെ കൈ ഓങ്ങുകയുള്ളൂ. ഈ പറയുന്ന ഡ്രഗ് മാഫിയ സ്കാൻഡൽസിനെതിരെ പ്രവർത്തിക്കാൻ പോലീസിന് കഴിയുന്നില്ല. കാരണം അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ശക്തമായ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൻ പിന്നീട് ആ ഫോഴ്സിൽ തന്നെ കാണുമോ എന്നുള്ളത് സംശയമാണ്. അല്ല, കേരളത്തിലെ പോലീസുകാർ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇവയെക്കുറിച്ചൊക്കെ കേരള പോലീസ് അസോസിയേഷൻ തന്നെ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് സ്വാഭാവികമായി നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. കേരളത്തിലെ പോലീസ് എന്ന് പറയുന്നത് നമ്പർ 1 പോലീസാണ്. പക്ഷെ അവരുടെ ഉദ്യോഗസ്ഥർക്ക് തെറ്റിനെതിരെ നടപടിയെടുക്കാനുള്ള ഒരു അവസരം ഇവിടെ കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, പോലീസ് സേനയെ ഒരു പ്രത്യേക വിഭാഗമാക്കി തങ്ങൾക്ക് എന്തും സാധിക്കും,
തങ്ങൾക്ക് ചില ആളുകളുടെ പിന്തുണയുണ്ടെങ്കിൽ ഏത് SFI നേതാവിനെയും അടിക്കാം, ഏത് DYFI നേതാവിനെയും അടിക്കാം, ഏത് KSUവിന്റെയും കോൺഗ്രസിന്റെയും BJPയുടെയും നേതാവിനെയും അടിക്കാം. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? ഇതൊരു പരാതി കൊടുത്ത് അതിൽ പ്രതിയായ ഒരാളെ വിളിച്ചു കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുന്നതല്ല നമ്മൾ കാണുന്നത്. പരാതി പറയാൻ വേണ്ടി പോകുന്ന ആളുകളെ അടിക്കുന്നു, ഒരു കാര്യം അന്വേഷിക്കാൻ വേണ്ടി പോകുന്ന ആളുകളെ അടിക്കുന്നു. അതുമാത്രമല്ല, ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, അവർക്ക് ഏതെങ്കിലും തരത്തിൽ പോലീസുകാർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെ കള്ളക്കേസിൽ കൊടുക്കുന്നു. ഈ തരത്തിൽ കേരളം ഇന്നേ വരെ കാണാത്ത രീതിയിൽ കേരളത്തിലെ പോലീസിനെ അഴിച്ചുവിട്ട് ഭരിക്കുന്ന പിണറായി വിജയനെ ഈ പണി രാജിവെച്ചിട്ട് വേറെ എന്തെങ്കിലും പണിക്ക് പോകുന്നതാണ് നല്ലത് എന്നുള്ളത് യാതൊരു സംശയവും ഇക്കാര്യത്തിലില്ല. അത് എത്ര അടിമകൾ ന്യായീകരിച്ചാലും ആഭ്യന്തര വകുപ്പ് പോലത്തെ ഒരു ഭൂലോക പരാജയപ്പെട്ട വകുപ്പ് ഇന്നേ വരെ കേരളം കണ്ടിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞിടയ്ക്കായിരുന്നു PV അൻവർ ആ ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നത്. അതിൽ അദ്ദേഹം കേരളത്തിലെ പോലീസ് സേനയെ പറ്റി വ്യക്തമായിട്ട് വിവരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം അക്ഷരം പ്രതി ശരിയായിരുന്നു അല്ലെ? തീർച്ചയായിട്ടും.